ഹായ്, ഞാൻ നിങ്ങളുടെ രമ ചേച്ചി ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി പായസമാണ്. ആ പായസം എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയാം. ഞാൻ മാമ്പഴം പായസം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാമ്പഴം പായസം ഉണ്ടാക്കാൻ വേണ്ടി 3 നല്ല പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. അങ്ങനെ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കണം. അങ്ങനെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ മാമ്പഴം നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടക്കണേനെ പൊടിച്ച് കളയരുത്. അത് നമുക്കിതിൽ കാണിക്കണം. പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് കഷ്ണങ്ങൾ അവിടെ വേണം. അപ്പം കഴിക്കുന്നവർക്കും ആ മാമ്പഴം ഒന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിന് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു 300 ഗ്രാം ശർക്കര വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയ തേങ്ങ മിക്സിയിലിട്ട് അടിച്ച് തേങ്ങാപ്പാൽ 2-ാം പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാല് കുറച്ചാണ് എടുക്കേണ്ടത്. 3 വലിയ ടേബിൾ സ്പൂൺ ചവ്വരി എടുത്ത് വെള്ളം അടിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നു. ആവശ്യത്തിനുള്ള പഞ്ചസാര എടുക്കണം. പിന്നെ കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, മുന്തിരിപ്പഴം, ഏലക്ക, പിന്നെ ഏറ്റവും പ്രധാനം നെയ്യാണ്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം. സ്റ്റൗ കത്തിക്കട്ടെ. ഉരുളി വെച്ച് കൊടുക്കാം. അങ്ങനെ ഉരുളി നല്ലതുപോലെ ചൂടായി. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പഴമൊക്കെ വറുത്തെടുക്കണം. എല്ലാത്തിനും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ഏലക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരല്പം കപ്പലണ്ടി, കുറച്ച് കപ്പലണ്ടി അതിട്ട് കൊടുക്കാം. നല്ലതുപോലെ ആക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ മുന്തിരിപ്പഴം ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ ഇത് നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിനെ കോരി മാറ്റാം. ബൗളിലോട്ട് കോരി മാറ്റാം. ഇനി നമുക്ക് അടിച്ച് വെച്ചിരുന്ന മാമ്പഴം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വെച്ച് കൊടുക്കണം. അല്പം നെയ്യോടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒരു കാരണവശാലും നമ്മൾ ഈ മാമ്പഴം പായസം ഉണ്ടാക്കുമ്പോൾ പാല് ചേർക്കരുത്. പാല് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. എപ്പോൾ നമ്മൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാലും തേങ്ങാപ്പാലിലാണ് ഈ മാമ്പഴം പായസം തയ്യാറാക്കുന്നത്.
എന്നിട്ട് ഇനി അടുത്ത നമുക്ക് ഇതിൻ്റെ ഈർക്കം മുഴുവനും നഷ്ടപ്പെട്ട് വറ്റി ഇനി നമുക്ക് ഉരുക്കി വെച്ചിരുന്ന ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് 300 ഗ്രാം ശർക്കരയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലതല ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ ആ ശർക്കര ആ മാങ്ങാപ്പഴത്തിൽ വീണപ്പോൾ അതിൻ്റെ ഭംഗിയുണ്ട, എന്ത് നല്ല ഭംഗി. അങ്ങനെ ശർക്കര പാനി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മാമ്പഴത്തിൽ. ഈ മാങ്ങാപ്പഴം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കിടക്കണം. എന്നാലും നമ്മൾ ഈ കഴിക്കുമ്പോൾ മാങ്ങയാണെന്നുള്ളത് ഒന്ന് ചവയ്ക്കുമ്പോൾ മാങ്ങയുടെ ഇത് അറിയണ്ടേ. അടുത്തിന് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ ശർക്കരയിൽ ഈ ചവ്വരി കിടന്നൊന്ന് നല്ലതുപോലെ ശർക്കര അതിൽ ചവ്വരിയോട്ട് പിടിക്കണം. അതനുസരിച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ശർക്കരപ്പാനി നല്ലതുപോലെ മാമ്പഴവും ചവ്വരിയുടെ കൂടെ ശർക്കരപ്പാനി കംപ്ലീറ്റ് ഇതിലോട്ട് പിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വെച്ചു. നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ കുറുകി വരുന്നത് കണ്ടോ. സൂപ്പർ മാമ്പഴ പായസമാണ്. നല്ലപോലെ കുറുകി വരുന്നുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കണം. നല്ലപോലെ കലക്കി കൊടുക്കണം. പഞ്ചസാര അടിച്ച് ചേർക്കുന്നു. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക അതിലോട്ട് വാരിയിട്ട് കൊടുക്കാം. നല്ലപോലെ കലക്കണം. ഇനി ഞാൻ ഒന്നാം പാലൊഴിച്ച് കൊടുക്കുകയാണ്. കട്ടിക്കുള്ള ഒന്നാം പാല് ഇനി നല്ലതാണ് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിപ്പഴവും ചേർത്ത് കൊടുക്കണം. സ്റ്റൗ അണയ്ക്കാം. സ്റ്റൗ അണച്ചു. പായസം റെഡിയായി. ഇനി നമുക്കതിലോട്ട് ഒരല്പം എള്ളുണ്ട്, അതിന് ചൂടാക്കി ചേർത്ത് കൊടുക്കണം. ഒരല്പം നെയ്യ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതുപോലെ ഇതിലും ഒരല്പം നെയ്യ് അവസാനം പായസം ഇറക്കാറാകുമ്പോഴത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. എള്ള് ഈ നെയ്യിലോട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം.
പിന്നെ എല്ലാം നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഈ പായസത്തിലോട്ട് ചേർക്കാം. എള്ള് ചേർക്കുമ്പോൾ അത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയും ഒരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. മാമ്പഴ പായസം റെഡിയായി. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്ത് നല്ല ഇത് നെയ്യിരുന്ന പാത്രമാണ്. അങ്ങനെ മാമ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ചെയ്യണം. ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ എഴുതണം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.